UDFന് ഒപ്പം മുന്നോട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും മുന്നോട്ടു പോകുമെന്ന് അൻവർ. UDFിൽ എടുത്താല് ബേപ്പൂരിലെ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുമെന്നാണ് അൻവറിന്റെ വെല്ലുവിളി. പിണറായിസവും മരുമോനിസവുമാണ് ഇവിടുത്തെ വിഷയമെന്നും അത് ഇനിയും സ്വരാജ് മനസ്സിലാക്കിയില്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ അവസ്ഥ എവിടെയും വരുമെന്നും അദ്ദേഹം വിമർശിച്ചു. VD സതീശനോട് ചർച്ചയ്ക്ക് മടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നതല്ല. എല്ലാവരും ഒരേ പോരാട്ടത്തിന്റെ ഭാഗമാണ്. നല്ലൊരു തീരുമാനത്തിലേക്ക്, മാന്യമായൊരു അക്കോമഡേഷനിലേക്ക് വരികയാണെങ്കിൽ മരുമോനിസത്തിന്റെ വേരെറുക്കാന് 2026 മേയില് നടക്കുന്ന തിരഞ്ഞെടുപ്പില് ബേപ്പൂരില് ഞാന് മത്സരിക്കും. അവര് ആലോചിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. ഇസ്രയേല് ഇറാന് സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ലെബനനിലും ഇസ്രയേല് ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ലെബനനിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. തെക്കന് ലെബനനിലെ ഗ്രാമപ്രദേശത്ത് ആക്രമണം നടക്കുന്നുവെന്നാണ് വിവരം. എയർ ഇന്ത്യയുടെ AR130 വിമാനം ലണ്ടൻ ഹീത്രോയിൽ നിന്ന് മുംബൈയിലേക്ക് വരുന്നതിനിടെയാണ് യാത്രക്കാരിൽ ചിലർക്കും ഏതാനും ജീവനക്കാർക്കും തലകറക്കവും ഓക്കാനവും അനുഭവപ്പെട്ടത്. നേരത്തെ വിവരം കൈമാറിയതനുസരിച്ച് വിമാനം മുംബൈയിൽ സുരക്ഷിതമായി ഇറങ്ങിയ ഉടൻ വൈദ്യസംഘം സഹായം നൽകാനെത്തി. തുടർന്നും അസ്വസ്ഥതകൾ പ്രകടമായിരുന്ന 2 യാത്രക്കാരെയും 2 ജീവനക്കാരെയും കൂടുതൽ പരിശോധനകൾക്കായി മെഡിക്കൽ വിമാനത്താവളത്തിലെ റൂമിലേക്ക് മാറ്റി. പിന്നീട് ഇവരെ ഡിസ്ചാർജ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിച്ചതായും എയർ ഇന്ത്യ വക്താവ് കൂട്ടിച്ചേർത്തു. ജാനേമൻ, ജയ 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 ഹേ, പാലിമി എന്നീ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾക്ക് ശേഷം ചിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ലക്ഷ്മി വാര്യരും ഗണേഷ് മേനോനും ചേർന്ന് നിർമ്മിക്കുന്ന ധീരൻ റിലീസിന് തയ്യാറായി. ജൂലൈ 4-നാണ് ചിത്രം പ്രദർശനത്തിനെത്തുക. പോസ്റ്ററിൽ മാല പടക്കം പിടിച്ചു നിൽക്കുന്ന നായകൻ രാജേഷ് മാധവനും കൂടാതെ സഹതാരങ്ങളായ ജഗദീഷ്, സുധീഷ്, മനോജ് കെ ജയൻ, അശോകൻ എന്നിവരുള്ള പോസ്റ്റർ നേരത്തെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഇതിനു മുൻപ് ഇറങ്ങിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ചിത്രത്തിന്റെ പോസ്റ്ററുകൾ സൂചിപ്പിക്കുന്നത് തീർത്തും പക്ക ഫൺ എന്റർടൈനർ തന്നെയാകും ധീരൻ എന്നാണ്. ഭീഷ്മപർവം എന്ന ഒറ്റ മെഗാഹിറ്റ് ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ദേവദത്ത് ഷാജി സംവിധായകനാകുന്നു എന്ന സവിശേഷതയും ധീരനുണ്ട്. ചിത്രത്തിന്റെ രചനയും ദേവദത്ത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്.